ടിവിയുടെ ബഹറിന്റെ മുഖമായിരുന്നു. ഇപ്പൊ PMC-യുടെ പാർട്ട് ആൻഡ് പാഴ്സലാണ്. അതുപോലെ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ ഉണ്ട്. ആളുകളൊക്കെ ചേരണം. EV രാജേന്ദ്രൻ ആദരണീയനായ ഫ്രാൻസിസ് കൈതാരത്ത്, ബഹുമാന്യായ സുനിൽ, നന്ദകുമാർ, സുരേഷ്, അജേഷ്, ലിയോ, ജോൺ, അല്ലെ മൂന്നുപേര്, ജയിച്ച മൂന്നുപേർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. സാന്റിയാഗോ ഒരു വൃദ്ധനായിരുന്നു. വൃദ്ധനായ സാന്റിയാഗോ ഇന്നലകളില് വലിയ വലിയ മീൻ പിടിക്കുന്നതിനെ കുറിച്ചുള്ള കഥകൾ തന്റെ ഗ്രാമത്തിൽ വെച്ച് പറയുമായിരുന്നു. അങ്ങനെ വലിയ വലിയ മീൻ പിടിക്കുന്ന കഥകൾ പറയുമ്പോ സാന്റിയാഗോനെ ആളുകൾ കളിയാക്കുമായിരുന്നു. ഇതൊക്കെ തള്ളലാണ്, പട്ടാള കഥകൾ പോലെയാണ് എന്ന് പറയായിരുന്നു. അങ്ങനെ നിരന്തരമായ ഈ പരിഹാസവും നിരന്തരമായിട്ടുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായപ്പോ സാന്റിയാഗോ ഒരു ദിവസം തീരുമാനിച്ചു, അദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ അവിടെ ആ തുറയിൽ കെട്ടിയിട്ടുള്ള വള്ളവും എടുത്ത് അവിടുത്തെ ഒരു ചൂണ്ടയും എടുത്ത് അദ്ദേഹം പുറപ്പെടുകയാണ്. കടലിന്റെ നടുക്കടലിലേക്ക് പോകുന്നു. നടുക്കടലിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ചൂണ്ടയിൽ ഒരു കൊമ്പൻ കൊളുത്തുന്നു. ഒരു കൊമ്പനെ കിട്ടുന്നു. ആ കൊമ്പനുമായിട്ടുള്ള മൽപ്പിടുത്തം സാന്റിയാഗോ എത്രയോ സമയമെടുക്കുന്നു. നിരന്തരമായ മൽപ്പിടുത്തം നടന്ന് സാന്റിയാഗോയുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന അവസ്ഥയുണ്ടാകുന്നു. കടലിലൂടെ ദിവസങ്ങളോളം യാത്ര ചെയ്യുന്നു. തുറയിൽ ഈ വള്ളവും അതോടൊപ്പം തന്നെ ചൂണ്ടയും സാന്റിയാഗോയും കാണാത്തത് കൊണ്ട് തന്നെ സാന്റിയാഗോ മരിച്ചു എന്ന് ആ നാട്ടിലുള്ള എല്ലാവരും ഒക്കെ വിശ്വസിക്കുന്നു. പക്ഷേ കുറെ ദിവസം കഴിഞ്ഞ് സാന്റിയാഗോ ആ കൊമ്പനുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ ആ വൃദ്ധനായ എന്നാൽ മനക്കട്ടിയുള്ള ധൈര്യമുള്ള സാന്റിയാഗോ ആ കൊമ്പനുമായിട്ട് ആ സ്രാവുമായിട്ട് കരയിലേക്ക് വരുന്നു. കരയിലേക്ക് വന്ന് ആ കരയിലേക്ക് എത്തുമ്പോഴേക്കും ദിവസങ്ങളുടെ മൽപ്പിടുത്തമായതുകൊണ്ട് തന്നെ കരയിലേക്ക് എത്തുമ്പോഴേക്കും ഈ കൊമ്പന്റെ ഇറച്ചിയൊക്കെ തന്നെ മീൻ തിന്ന് തീർന്നിരുന്നു. അത്രയും ദിവസത്തെ മൽപ്പിടുത്തമായിരുന്നു. അതിനുശേഷം കരയിലെത്തുമ്പോൾ അന്നുവരെ ആ തുറയിൽ പിടിച്ച ഏറ്റവും വലിയ മീനായിരുന്നു സാന്റിയാഗോ ആ തുറയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അന്ന് മാത്രമാണ് അവരൊക്കെ വിശ്വസിച്ചത് ഇത്തരത്തിൽ സാന്റിയാഗോ കഴിയും എന്നുള്ളത്. അതിന് സമാനമാണ് എനിക്കും ഫ്രാൻസിസ് സാറിനും ഒക്കെ വിശ്വാസം വന്നത് 10 കിലോ ഒക്കെയുള്ള മീൻ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 10 കിലോ അപ്പോഴാണ് സുല്ല് പറയുന്നത് 10 കിലോ ഒന്നുമല്ല, 25 കിലോ 30 കിലോ ഒക്കെയുള്ള മീനുകൾ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത്ഭുതപ്പെടുത്തുന്ന നിങ്ങളുടെ ഈ മത്സരവും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പും വലിയ കഥയാണ്. ഞാൻ നന്ദകുമാറിനോട് ചോദിക്കുകയായിരുന്നു ഇതിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറയായിരുന്നു വളരെ പ്രിയപ്പെട്ട ഒരു വിനോദമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. അറിയാം, തീർച്ചയായിട്ടും മണിക്കൂറുകളും അതോടൊപ്പം ദിവസങ്ങളും ഒക്കെ തന്നെ ഇതിനു വേണ്ടി തന്നെ ചെലവഴിക്കുന്ന ആളുകളെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ വീക്കെൻഡിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ നമുക്കറിയാം. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി വലിയൊരു വിജയമുണ്ടാകാൻ വേണ്ടി, ഏറ്റവും ഉയരത്തിലെത്താൻ വേണ്ടി, അതിനുശേഷം അന്ന് തന്നെ ദിവസം സാന്റിയാഗോ ഉറങ്ങുന്നത് ഈ വിജയത്തിന് ഈ സ്കെൽട്ടൺ അവിടെ ഇട്ടുകൊണ്ട് തന്റെ കുടിലേക്ക് തളർന്നുപോയി ഉറങ്ങുന്ന സാന്റിയാഗോ സ്വപ്നം കാണുന്നത് സിംഹങ്ങളെയാണ്. സിംഹങ്ങളെ സ്വപ്നം കാണുമാറ് വിജയിച്ചവരും മത്സരത്തിൽ പങ്കെടുത്തവരുമായ 60 പേരുടെ ഒരു വലിയ കൂട്ടമാണ് BMA എന്ന് പറയുന്ന മനോഹരമായ അസോസിയേഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാവർക്കും അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയുള്ള അഭിനന്ദനങ്ങൾ നേടാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. വിജയിച്ചവരും ഇതിൽ പങ്കെടുത്തവരും ശ്രീ ഫ്രാൻസിസ് പറഞ്ഞതുപോലെ ഒരേപോലെ വലിയ വലിയ വിജയം നേടുന്നവരാണ്. തീർച്ചയായിട്ടും ദൃഢനിശ്ചയമുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് വിജയിക്കാനും പങ്കെടുക്കാനും അതിന്റെ കൂടെ നിൽക്കാനും ഇവിടെ ആഘോഷിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട BMAയുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്നേഹത്തിൽ ഒതുങ്ങിയ അഭിനന്ദനങ്ങൾ നേരുന്നു. അതോടൊപ്പം തന്നെ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതായി തന്നെ കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നാം ഓരോരുത്തരും അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമരംഗത്ത് കൂടിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ബഹറിൽ അനേകം ഇത്തരത്തിലുള്ള ശരിയല്ലേ സുരേഷ്?
ഒരുപാട് തരത്തിലുള്ള ദുരന്ത വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ എന്നുള്ളതാണ്. ശ്രീ നന്ദകുമാറിനോട് ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞു വളരെ നല്ല പ്രീമിയമാണ്, കാരണം അദ്ദേഹം ഈ ജോലി തന്നെ ചെയ്യുന്ന ഒരാളാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഈ ഇത്തരത്തിൽ വളരെ മനോഹരമായ ഒരു പരിപാടിയും ഇതിൽ വിജയിച്ച ഓരോരാളുകളെയും ഒരേ സമയത്ത് തന്നെ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഇത് നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സിനെ കൂട്ടുന്നതിന് വളരെയധികം ഗുണകരമാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹപരമായിട്ടുള്ള ആശംസകളും ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും വളരെ വിശാലമായ സ്നേഹത്തോടെയുള്ള അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ബൈബിളിലെ ഒരു വചനം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അതായത് ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എന്നിട്ടും അവർ ജീവിക്കുന്നു. അത് സങ്കീർത്തന പുസ്തകത്തിലെ ഒരു വരികളാണ്. നമുക്കും അതുപോലെ തന്നെ അത്തരത്തിൽ സ്നേഹത്തോടെയുള്ള വിശാലമായ ജീവിത വീക്ഷണത്തോടുകൂടി മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹം സ്നേഹം സ്നേഹം. ഒന്ന് വേദിയിലേക്ക് മൊമാലിക്ക തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളെ സംബന്ധിച്ചോളം, മലയാളിയെ സംബന്ധിച്ചോളം ഒരു അഭിമാനമാണ്, വളരെ അഭിമാനമാണ്. തീർച്ചയായും അദ്ദേഹം വളരെ അധികാരികമായിട്ടുള്ള ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്, ഇവിടുത്തെ ഭരണകൂടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ വളരെ ലാളിത്യമുള്ള ഒരു മനുഷ്യനാണ്, വളരെ ലാളിത്യമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് കലാകാരന്മാരെ ചേർത്ത് പിടിക്കുന്ന, ഇവിടെ അടുത്ത കാലത്ത് കോവിഡ് സമയത്തൊക്കെ ഫ്രാൻസിസിന് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. 5-10 കലാകാരന്മാർ നാട്ടിൽ നിന്ന് വരികയും ഒരു മാസത്തോളം ഇദ്ദേഹത്തിന് അതിഥിയായി ഇവിടെ നിന്നുകൊണ്ട് ഒരു വലിയൊരു കൈയടി കൊടുക്കണം. അതിഥിയായിട്ടുണ്ടായിരുന്നു എന്നതൊക്കെ എടുത്തു പറയുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിലല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതൊക്കെ പറയുക, അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അല്ലെ ഫ്രാൻസ്? തീർച്ചയായും അങ്ങനെയാണ് നമ്മുടെ കൊല്ലം സിറാജ് പകരൻ പഴദ്വീപില് വന്ന ഒരു മാസം നിന്നപ്പോ BMC സന്ദർശിച്ച ഒരു പരിപാടിയൊക്കെ നടത്തി. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. താങ്ക് യു. നമ്മുടെ സുരേഷേട്ടനാണ്, എല്ലാവർക്കും പരിചിതമാണ്. എല്ലാ വർഷവും നമ്മള് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ആള് കൂടിയാണ്. കാരണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമസ്കാരം പ്രിയപ്പെട്ടവരെ, BMAയുടെ യോഗാധ്യക്ഷൻ, അതുപോലെ വേദിയിലിരിക്കുന്ന ബഹ്റൻ മീഡിയ സിറ്റിയുടെ ചെയർമാനും, അതിലുപരി ബഹ്റിനിലും നാട്ടിലും സർവ്വവിധ സഹായ സഹകരണം ചെയ്യുന്ന പ്രിയപ്പെട്ട ഫ്രാൻസിസ് സാറ്, അതുപോലെ 28 വർഷം മുമ്പേ എനിക്ക് പരിചയമുള്ള എന്റെ സ്വന്തം രാജീവേട്ടൻ, അതുപോലെ സ്റ്റേജിലിരിക്കുന്ന മറ്റ് BMAയുടെയും മറ്റ് എല്ലാ അതിഥികൾക്കും നല്ലൊരു പുതുവർഷാശംസകൾ മുമ്പേ നേർന്നുകൊണ്ടും, BMAയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 5ാം വർഷമാണ് കേട്ടത്. തുടക്കകാലം മുതലേ ഞാൻ ഇവരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. എനിക്കും സാർ പറഞ്ഞതുപോലെ ഈ ഒരു മീറ്റോൺ സംഗതിയാണ്. എന്റെ സുഹൃത്തുക്കളോട് എപ്പോഴും പറയാറുണ്ട് നമുക്ക് പോകണം, പക്ഷെ അവരാരും വരാറില്ല എന്റെ കൂടെ. കാരണം എനിക്കും പോകാൻ സാധ്യത ഉണ്ടായിട്ടില്ല. വണ്ടിയാണ് ഏറ്റവും പ്രശ്നം. എന്റെ ഫ്രണ്ട്സുമാർ അവർക്ക് ഈ നാടുകളൊക്കെ കഴിഞ്ഞ 4 വർഷവും ഇങ്ങനൊരു വേദിയിലായിരുന്നില്ല ഇവരുടെ തുടക്കം. ഒരു ബഹ്റിനിലുള്ള ബീച്ചിലായിരുന്നു നല്ലൊരു കാറ്റ് സമയത്ത്. 2ാം കൊല്ലവും അതേ ബീച്ച് തന്നെയായിരുന്നു. 3ാമത്തെ വർഷം ജുഫേറുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിരുന്നു. ഈ 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷം ഈ കലാകാരുടെ ഒരു വേദിയിൽ അഭിമാനം തോന്നുന്ന നിമിഷമാണ്. തീർച്ചയായിട്ടും നല്ലൊരു കൈയിടുമാണ് ഇവരെ ഈ ഒരു വളർച്ച കണ്ടിട്ട്. കാരണം ഇതൊരു ചെറിയൊരു കൂട്ടായ്മയാണെന്ന് ആരും കരുതും. പക്ഷെ പ്രത്യേകിച്ച് ഇവർക്കൊരു വലിയൊരു പരസ്യമോ ഈ മാധ്യമങ്ങളിലൂടെയുള്ള വലിയ ആഘോഷപരിപാടിയൊന്നും ആർക്കും കാണാൻ പറ്റില്ല. ഇവർ ഫ്രാൻസിസ് സാറ് 5 വർഷത്തിന് ശേഷം ഇന്നാണ് അത്ര ഇത് അറിയുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം ഇതാണ് ഇവരുടെ ഒരു പ്രവർത്തനത്തിലും ഇവരുടെ ഒരു മാധ്യമങ്ങളിലൂടെയുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. സുനിലിന് പറയാം അല്ലേ? അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇല്ലല്ലോ. ഇതൊരു പുതിയൊരു ഇതാണത്. എല്ലാവരും എല്ലാവരുടെ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇതിന് തൊട്ട് മുമ്പേ ഇവിടുന്ന് പാട്ടുപാടിയ ആ ടീമിനും എന്റെ അഭിനന്ദനങ്ങൾ വ്യക്തിപരമായി. അതുപോലെ ഈ ഇന്ന ദിവസം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അവർക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി ആശംസിക്കുന്നു. ഈ BMAയുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും വീണ്ടും തുടർന്ന് കൊണ്ടുപോകാൻ വളരെ ഭംഗിയായിട്ട് എല്ലാ ആശംസ നേരുന്നു. താങ്ക് യു.